പാനിപൂരി വ്ലോഗ് ചെയ്യാൻ വേണ്ടിയാണ് കയ്യില് പിടിക്കുക എന്നാലും 10 രൂപ കൊടുക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങള് പാനിപൂരി വ്ലോഗ് ചെയ്യാൻ വേണ്ടിയാണ് ഇടുന്നത്. പക്ഷെ ഞാൻ കുളിച്ചിപ്പോ എനിക്ക് മടി, ഉറക്കം, ക്ഷീണം. അത് ഞങ്ങള് പ്ലാൻ ചേഞ്ച് ചെയ്തു. ഇന്ന് രാമേന്ദ്രയിൽ പോകുന്നു, കുറച്ച് ഡയറ്റിന്റെ സാധനങ്ങൾ വാങ്ങുന്നു, പിന്നെ പള്ളിയിൽ പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് ആരാണ്? ഗസ്റ്റ് എന്താ എവിടെ പോണ്? വെള്ള ഡ്രസ് ഇട്ട് യേശുദാസ്. പൊന്നു നൈറ്റ് ഇട്ടൊക്കെയാണ് എന്റെ ഫാൻസ്. എന്റെ ചേച്ചിനെ ഇങ്ങനെ ആദ്യമായിട്ട് കാണണ്ട, അതുകൊണ്ട് അവള് മറിഞ്ഞിരിക്കുന്നു. ഹലോ ഹലോ രാമചന്ദ്ര, ഇവൻ ഭയങ്കര ശല്യാണ് ബ്ലോഗ് എടുക്കാൻ സമയത്ത്. പാണ്ട ഇതൊരു വൃത്തികെട്ട, അതെ എനിക്കിതിന് ഇഷ്ടമല്ല. വാ തുറത്തിരിക്കും. കഴിഞ്ഞാ പോ. അപ്പൊ ഞങ്ങള് രാമചന്ദ്രനിൽ പോവാണ് ഗൈസ്. അവിടെ ചെന്നിട്ട് കുറച്ച് ഡയറ്റിന്റെ ഫുഡൊക്കെ മേടിക്കും. ഇന്ന് ഭയങ്കര വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, ചെറിയ കുറച്ച് സാധനങ്ങളെ മേടിക്കുള്ളൂ. കാരണം എനിക്ക് ഇപ്പൊ ഒരു ഫുൾ ഡയറ്റ് എടുക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കൊണ്ടുവെക്ക്. പുതിയ വണ്ടി പതുക്കെ ുള്ളത്. ഇവിടെ റംബുട്ടാനുണ്ട് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഇവിടെ റംബുട്ടാൻ ഉണ്ടായിട്ട് നമ്മൾ ഒളിച്ചു പറിച്ചത് ഓർമ്മയുണ്ടോ ഗൈസ്? ഞാനല്ല അജിലാണ് ഇവിടെ എത്തിയത്. സപ്പവും അപ്പുറത്തെ വീട്ടിലെ റംബുട്ടാനാണ് ഇവൻ ചാടി കയറി മോഷ്ടിച്ച് കഴിഞ്ഞ വർഷം, അല്ലേടാ? ഇത് ഞങ്ങൾക്ക് വേണ്ടി. പക്ഷെ അവരിപ്പുറത്തൊന്നും ഒന്നും പറിക്കൂല. നമുക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന പോലെ കൊതി വിടാതിരിക്കാൻ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ചെയ്യുന്ന 3 കാര്യങ്ങൾ ഞാനല്ല അജില് ചെയ്യുന്നത്. ആദ്യം ഹെൽമെറ്റ് ഊരും, പിന്നെ മുടിയിൽ ഒന്ന് പിടിക്കും, എന്നിട്ട് ഇതുപോലെയൊക്കെ കാണിക്കും. ചെയ്യുന്ന 3 കാര്യങ്ങളൊപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹെൽമെറ്റ് ഊരും, ഇത്രയും ചെയ്യുള്ളൂ. അജില് വന്നിട്ട് ഹെൽമെറ്റ് ൂരും. ഇവർക്ക് ഇതങ്ങ് എടുത്ത് വെച്ചാൽ മതി, തലയിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എനിക്ക് 200 രൂപയ്ക്ക് ഡയറ്റിന്റെ സാധനം വാങ്ങാൻ വന്ന ഞങ്ങള് കഴിക്കാൻ പോകുന്ന സാധനം 220 രൂപയായി. ഹലോ, ആ കവർ ഇങ്ങനെ തുറക്കണം. ഭീഷ്മ കേക്ക് കഴിച്ചിട്ടില്ല. എനിക്കറിയാം, പണിയാണ്. ഇതേപോലത്തെ ഡ്രാമ ഇനി എന്നും തുടരും. ഇവിടെ വന്ന് നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കും. ഫസ്റ്റ് വീക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ദിവസം ജിമ്മിൽ പോകാതെ ലീവ് എടുക്കും. പിന്നെ വീണ്ടും രാവിലെ ദോശ കാണുമ്പോൾ ഇവ കഴിക്കും. ഒന്ന് മതി എനിക്ക്. വീട്ടില് ക്യാരറ്റ് ഉണ്ട്. ലെറ്റ്യൂസ് നോക്കാണ്. ലെറ്റ്യൂസ് ഇവിടെ ഇല്ല. വാങ്ങിച്ച് ക്യാരറ്റ് മേടിച്ച് പിന്നെ ഗ്രീഷ്മയ്ക്ക് 14.85 രൂപയ്ക്ക് ചെയ്യാൻ ചെയ്തു. നമുക്ക് സാധനങ്ങൾ ഇടാൻ വേണ്ടി 10 രൂപ കൊടുത്ത് കവർ വാങ്ങാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ താഴെ പോയിട്ടൊരു ബോട്ടിൽ മേടിച്ചു. അപ്പൊ അവര് കവർ തന്നു. ആ കവറിൽ സാധനം കയ്യില് പിടിക്കുക, എന്തായാലും 10 രൂപ കൊടുക്കും. ഞാൻ രാവിലെ പറഞ്ഞത് മാറ്റാണ് ഗൈസ്. ഞങ്ങൾ പോയിട്ട് വന്നപ്പോ പാനിപൂരി ഉണ്ടാക്കാൻ ഭയങ്കര തോരാം. അതുകൊണ്ട് ഞങ്ങള് എല്ലാം പാനിപൂരി ഉണ്ടാക്കാൻ അതെ വരും. അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാനിപൂരി. ഞാൻ പാനിപൂരി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുളമായിപ്പോയി. ഇത് വെച്ച് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് പ്രീമിക്സ് ആണ്. അതിന്റെ പൗഡർ വരെ തരും. നമുക്ക് ജസ്റ്റ് വെള്ളത്തിൽ കളിക്കുക മാത്രം മതി. വെച്ചിട്ട്
ഇതാണ് ആ സംഭവം. ഇതാണ് നമ്മുടെ ഇതിന്റെ അത് പാനിപൂരിയുടെ സാധനമുണ്ട്. അതെ, ഇത് പൗഡറേ ഉള്ളൂ ഇതിന്റെ. ഇത് അതിന്റെ മസാല. ഇതിന്റെ അകത്ത് മറ്റേ 2 ടൈപ്പ് ഓഫ്. ഇതിന് 55 രൂപയുടെ. ഓ, ഇത്ര ഉണ്ടായിരുന്നു. ഇത് പൊരിക്കണ്ടേ? ഇല്ല, ഇങ്ങനെ വെച്ചിട്ട് തരും. അരിഞ്ഞ ഉരുളക്കിഴങ്ങുകൾ പാത്രത്തിലേക്ക് മാറ്റുക. അതെ, ഇത് നമുക്ക് പാനിപ്പൂരി പൊരിച്ചിടാനുള്ളത്. ചൂടായ നമ്മൾ കൈ ഇങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കണം. ഒരെണ്ണം പൊരിച്ചപ്പോഴത്തേക്ക് എണ്ണയില്ല ഇവിടെ. ഇവിടെ എണ്ണയില്ലാത്ത മറന്നുപോയി. എണ്ണയില്ല. വന്നത് എന്തിനാണെങ്കിൽ പാനിപൂരി ഉണ്ടാക്കാം. അതിന്റെ ഇടയിൽ കൂടെ എന്ത് ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ തിരിച്ചു വെക്ക്. പാനിപൂരിയിൽ ഒരുപാട് വെള്ളമുണ്ട്. വെള്ളം നമ്മൾ കുടിക്കുന്ന ഹെൽത്തി. നമുക്ക് എണ്ണയ്ക്ക് ഓൾട്ടർനേറ്റീവായി നമ്മള് ഡാൽഡ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സാധാരണ എണ്ണയൊക്കെ എപ്പോഴും കാണുന്നതാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങാത്ത. ഇല്ലെങ്കിൽ ഇത് കട്ടു മറ്റേ സീനാണ്. വീട്ടില് മറ്റേത് കുറെ ഇരിപ്പുണ്ട്. വീട്ടില് ബാക്കി കുപ്പിയിൽ ഇരിപ്പുണ്ട്. വീട്ടില് ബാക്കി ഹൽദിറാംസിന്റെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് മേടിക്കുമല്ലോ, അതിന്റെ ഒരു മണം അല്ലേ? എടുത്ത് കഴിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയോന്ന്. എന്താണ് അതിൽ പറയാനുള്ളത്? വെള്ളം ഒഴിച്ച് തീർന്നാൽ മൂത്രം കൂടി പുളി കിട്ടാൻ വേണ്ടി. സെക്കൻഡ് സോസ് ആണ്. നമുക്ക് ഇതില് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വെറുതെ ഒരു പാത്രത്തിൽ എടുത്താൽ മതി. വെള്ളം ഒഴിക്കണോന്ന് ഇതില് എഴുതി ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. പാനി റെഡി. 2 പാനിയും റെഡി, പൂരിയും റെഡി. ഇനി നമുക്ക് അതിനകത്ത് വെക്കാനുള്ള സ്റ്റഫ് മാത്രം ഉണ്ടാക്കിയാൽ. സ്റ്റഫ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ട കുറച്ച് ഡ്രഗ്സ്. ഓക്കെ, നമുക്ക് ഇനി ഇതിനെ സ്മാഷ് ചെയ്യണം. ഏത് കടയിലാ മുന്നിൽ നിന്നിട്ടുള്ളത്? എല്ലാ കടകളും ഒരു ലുക്കുണ്ട്. ഒരു പാനിപൂരി കടയായിട്ടൊക്കെ പാനിപൂരി കടയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നമ്മള് പാനിപൂരി കടയിൽ പോകുമ്പോ ഒരു മണം. നീ ഇല്ലട്ടോ. Done, guys. പൊട്ടിക്കത് ഏതില് വെക്കും? ഗ്രീഷ്മ ട്രൈ ചെയ്യാൻ പോത്തു. ഫസ്റ്റ് ബൈറ്റ്. അമ്മേ, ഫസ്റ്റ് ബൈറ്റ് ഫ്ലോപ്പ്, സെക്കൻഡ് ബൈറ്റ്. കൈ മാറ്റും. കൊള്ളാം. സീരിയസ് ആയിട്ട് ഞാൻ കഴിക്കട്ടെ. പിടി പോ. സൂപ്പർ. എനിക്ക് വരുന്നില്ല. അജില് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. റിയാക്ഷൻ നോക്കാം. ചവച്ചരച്ച് തുപ്പിട്ട് പറയും. ഭയങ്കര ടേസ്റ്റ് അല്ലേ? നീ ടേസ്റ്റ് ചെയ്യുവാ? ആണ് വാ. പൊന്നിന്റെ റിയാക്ഷൻ കാണാം. ഓ, വലിയ പാലാടല്ലോ. എന്ത് കൊള്ളാവോ? എന്താ തോന്നുന്നേ കഴിച്ചിട്ട്? പ്രൊഫഷണൽ ആയിരുന്നോ ഞാൻ? വന്നിട്ടുണ്ട് ചേട്ടനെ കൂടെ കൊടുത്തിട്ട്. ചേട്ടൻ കറക്റ്റ് പറയണേ. ശരിക്കും വ്യത്യാസമുണ്ട്. എന്താ പറയണ്ട? എന്ന് വെച്ചാൽ ഇത് ഭയങ്കര അടിപൊളി എന്നല്ല, നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് കിട്ടും കടയിന്ന്. നിങ്ങൾക്ക് അത് പറഞ്ഞിട്ട് ഞാൻ കഴിക്കും. ചൈസിന്റെ അജില് തിന്ന് തീർക്കുന്നതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടില്ല.
ഇതാണ് അച്ചു, നമ്മുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നതാണ്. അച്ചുവിടെ എന്തുണ്ടാക്കിയാലും ഓടി വരും കഴിക്കാൻ. അച്ചു വരാറില്ല, അച്ചു താൻ കമ്പനി പോലും അല്ല. അച്ചു എന്റെ പേരെന്തോന്ന്? എന്റെ പേരെന്തോന്ന് അച്ചു? എനിക്ക് സമ്മതിച്ചു തരാം. ഞാൻ ട്യൂഷൻ എടുത്തിട്ട് പി വെച്ച് തുടങ്ങും. പോയാണ് ഫസ്റ്റ് പോ. പൊന്നി. എന്റെ പേര് നമ്മള് കടയിൽ പോയി വാങ്ങിക്കുമ്പോഴത്തേക്കും 50 രൂപയ്ക്ക് 4 6 ഞാൻ പറയട്ടെ 6 പാനിപ്പൂരിയാണ് സാധാരണ അവിടെ നിന്ന് തരുന്നത്. 50 രൂപയ്ക്ക് നഷ്ടമായി. അപ്പൊ ഞാൻ ഒരു രസം ഉണ്ടാക്കി കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റും കൂടെ ആയിട്ട് ഭയങ്കര രസം. ഇതൊരു വ്ലോഗുമായിട്ട് നമ്മള് വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം അജിൽ. ടാറ്റാ.